അയോധ്യ വിധിയിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അയോധ്യയിൽ ക്ഷേത്രം തകർത്തതിന് തെളിവുകളുണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പ് വിശദമായ റിപ്പോർട്ടാണ് അന്ന് നൽകിയത്. യഥാർത്ഥ ചരിത്രങ്ങൾക്ക് നേരെ പലരും കണ്ണടക്കുകയാണ്. അയോധ്യ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിലെ അംഗമായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വളരെ നിർണായകമായ ഒരു തുറന്നു പറച്ചിൽ, എങ്ങനെ വിലയിരുത്തും? ശമ, തീർച്ചയായും നിർണായകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം 2019 നവംബറിൽ വന്നിട്ടുള്ള അയോധ്യ സുപ്രധാന വിധിയിൽ അന്ന് അവിടെ അയോധ്യയിൽ ഉണ്ടായിട്ടുള്ള മസ്ജിദിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ അടിയിൽ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളുണ്ട്, ക്ഷേത്രത്തിന്റെ നിർമ്മിതികളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് കോടതിക്ക് പുറത്ത് അക്കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തതയും ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അന്ന് ആ വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗമായിരുന്ന, പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അവിടെ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കോടതിക്ക് മുൻപിലും പൊതുജനങ്ങൾക്ക് മുൻപിലുമുണ്ട്. അത് പരിശോധിക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ആ മസ്ജിദ് ഉയർന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. വളരെ കൃത്യമായി ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അയോധ്യയിൽ മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവുണ്ട് എന്നുള്ളതാണ് മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയത്. ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള സ്വകാര്യ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം DY ചന്ദ്രചൂഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ തന്നെ അവതാരകൻ ചോദിക്കുന്നത്, പിന്നീടുള്ള കാലഘട്ടത്തിൽ ആ മസ്ജിദിന് നേരെ നടന്നിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ച് എന്താണ് പരാമർശിക്കാത്ത, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ലേ എന്ന ചോദ്യത്തിനായിരുന്നു. യഥാർത്ഥ ചരിത്രങ്ങൾക്ക് നേരെ പലരും കണ്ണടയ്ക്കുന്നു. അതുമാത്രമല്ല, പലർക്കും ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമാണ് ചരിത്രത്തെ പരാമർശിച്ചു തുടങ്ങുന്നത്. അതിനു മുൻപ് എന്തായിരുന്നു ചരിത്രം എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അയോധ്യയുടെ ചരിത്രം നമുക്ക് മുൻപിലുള്ളതാണ്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യ, അവിടെയും ആ ക്ഷേത്രം നിലനിന്നിരുന്നു. പിന്നീട് മുഗൾ കാലഘട്ടത്തിലാണ് ഔറംഗസേബിന്റെ നേതൃത്വത്തിൽ അവിടെ ആ ക്ഷേത്രം നിർമ്മിതി തകർത്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള സരയൂ നദിക്കരയിലെ ആ പുണ്യഭൂമിയിൽ ക്ഷേത്രം തകർത്തുകൊണ്ട് അവിടെ മസ്ജിദ് നിർമ്മിച്ചതും അതിനുശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ മസ്ജിദ് വന്നതിന് ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച് മാത്രമാണ് പലരും സംസാരിക്കുന്നത്. യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ച് ആരും, അല്ലെങ്കിൽ യഥാർത്ഥ ചരിത്രത്തോട് കണ്ണടച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ചരിത്രം തുടങ്ങുന്നു. അത് ശരിയല്ല. അവിടെ മുൻപ് ക്ഷേത്രമുണ്ടായിരുന്നു, അത് തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട പിന്നീട് നിരവധി സംഭവങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി വിധിയിൽ ആ ഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വിട്ടു നൽകിയത്, അതിനേറ്റവും നിർണായകമായത് അവിടെ പുരാവസ്തു ഗവേഷണ വകുപ്പ് നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള പഠനവും അതിന്റെ റിപ്പോർട്ടും അനുസരിച്ചായിരുന്നു. അതുതന്നെയാണ് DY ചന്ദ്രചൂഡും വ്യക്തമാക്കിയത്. അദ്ദേഹം വളരെ സ്പഷ്ടമായി ചൂണ്ടിക്കാട്ടിയത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ആ വിധിയിലില്ലാത്ത ഭാഗം അദ്ദേഹം കൂട്ടിച്ചേർത്തത്, അയോധ്യയിൽ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന ഭാഗമാണ്. തീർച്ചയായും ദേശീയവാദികൾ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്. അത് കൃത്യമായി തന്നെ ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും. വാർത്തകൾ സജീവമായി തന്നെ തുടരും.